എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ദിവസം ഇതാ തുടങ്ങുന്ന നല്ലൊരു ചുക്ക് കാപ്പിയും കുടിച്ചിട്ട് തുടങ്ങാലോ എന്ന് വിചാരിച്ച്. എല്ലാ ദിവസവും കുടിക്കലുണ്ടേ. കൂർക്കലിൻ്റെ ഇല, തുളസി ഇല, ചുക്ക് പൊടി, ഇഞ്ചി എല്ലാം ഇട്ടിട്ട് അടിപൊളി ഒരു കട്ടൻ കാപ്പി കുടിച്ച്. കട്ടൻ കാപ്പി മാത്രമേ ഇന്നുള്ളൂ, ഇന്ന് വേറൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇന്നലെ തൂണേരി അമ്പലത്തിൽ കുടുംബക്ഷേത്രത്തിൽ തിറയേനും, അപ്പോൾ ഇന്നലെ തിറയും വെള്ളാട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിദേവതക്ക് നേർച്ച കൊടുക്കാനൊന്നും പറ്റൂല. അപ്പം പരിദേവതനെ കാണാനും പരിദേവതക്ക് നേർച്ച കൊടുക്കേണ്ട വളയാണ്, വള ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പോകാനുള്ള പുറപ്പാടാണ്. പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്കല്ല പോകുന്നത്. നമുക്ക് ഫാം കയറിയിട്ട് അവിടുന്ന് വീടുകളിലേക്ക് കൊടുക്കേണ്ട പാലെടുക്കണം. ഇന്ന് നമ്മളും കൂടി പോകുന്നതുകൊണ്ട്, ഒപ്പരം വണ്ടി പോകുന്നതുകൊണ്ട് വാവട്ടം കുറച്ച് ലേറ്റായിട്ടാണ് ഉള്ളത്. അല്ലേ പുലച്ചക്ക് പോകുന്നതാണ്. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഈ കട്ടൻ കാപ്പി മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ. നമ്മൾ വേറെ ഭക്ഷണമൊന്നും ആക്കിയിട്ടൊന്നുമില്ല. വെറുതെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ടാണെന്ന് എനിക്ക് കാണേണ്ടത്. എന്താ വെച്ചാൽ തെണ്ടുവാൻ പോകാമെന്ന് പറയും. അപ്പോൾ അതിനുള്ള പുറപ്പാടാണ് ഇന്ന്. ഞാൻ ഫാമിൽ പോയതിന് ശേഷം അവിടെയുള്ള കുറച്ച് പച്ചക്കറിയും പയറിൻ്റെ എല്ലാം ഒരു ചെറിയൊരു ഫോട്ടോ എടുത്തതാണ്. അടുത്ത പച്ചക്കറി കൃഷികളെന്ന് പറഞ്ഞാൽ പച്ചമുളക്, വെണ്ട, പയർ, അങ്ങനത്തെ എല്ലാം ഒന്ന് വിചാരിച്ച പോലെ എല്ലാം ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു പ്രായമുള്ള ഒരാളെ, ഒരു ചെറിയ നമ്മളെ പണ്ടത്തെ നാട്ടും പുറത്തുള്ളൊരു പീടിയാന്നെല്ലാം പറയുമല്ലേ, പലക വെച്ചിട്ട് അടക്കയെല്ലാം ചെയ്യുന്ന ഒരു ബെഞ്ചും ഒരു ഡെസ്കുകളിലുള്ള അവിടെയാണ് ചായക്ക് കയറിയത്. ചായ എന്ന് പറയുമ്പോൾ പുട്ടും പുഴുക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ഫുഡോ അതൊന്നും ഉണ്ടാവില്ല. ആകെ അത് മാത്രമേ ഉണ്ടാവൂ. അതന്നെ ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ. അധികം ആളൊന്നും അങ്ങനെ കയറില്ല. ബാവോട്ട് അധികം ആടുന്ന കഴിക്കുക. എന്താ വെച്ചാൽ പൈസയും കുറവാണ്. 20 ഉറുപ്പ്യ വേണ്ടു പ്ലേറ്റിൽ. ഒരു പുഴുക്കും തരും, പിന്നെ പുട്ടും തരും, നല്ലൊരു ചായയും തരും. എല്ലാം അടുപ്പത്തും തന്നെ ആക്കുന്നതാണ്. ഗ്യാസും അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പീടിയെല്ലാം കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം, അതിശയമായിരിക്കും. കാരണം പഴയുള്ള പീടിയല്ലേ, അങ്ങനത്തെ ഒന്നും ഇപ്പം കാണാനേ ഇല്ല. അപ്പോൾ അവിടുന്ന് രാവിലെ തന്നെ അതെല്ലാം കഴിച്ച് ഒരു സ്പൂണും തരും. നമുക്ക് അതിനെ കൊണ്ട് കൂട്ടി ഇതാക്കി അങ്ങനെയെല്ലാം കഴിച്ചിട്ട് അങ്ങ് പോവാം. പണ്ടത്തെ കുറേ ഓർമ്മകളെല്ലാം വന്ന്, പണ്ട് കുറേ അച്ചാച്ചന്മാരുടെ പീടിയെല്ലാം അങ്ങനെയല്ലേ ഉണ്ടാവുക. അങ്ങനെ അതും കുടിച്ച് പിന്നെ നമ്മൾ എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ തന്നെ പുഴുക്ക് തിന്നുമ്പോൾ ഒരു മടുപ്പാണ്. എന്നാലും അങ്ങനെ ഇന്ന് പാല് കൊടുക്കേണ്ട ഡ്യൂട്ടിയെല്ലാം എൻ്റെതാണ്. വാവട്ടെ വണ്ടിയിൽ നിൽക്കും, മോനും ആ വണ്ടിയിലിരിക്കും. ചില ഗേറ്റൊന്നും എനിക്ക് ഓട്ടോമാറ്റിക്കല്ലായിരിക്കും, എനിക്ക് മനസ്സിലാകുകയില്ല. അപ്പം ഞാൻ ബെല്ലെല്ലാം അടിച്ച് എങ്ങനെയെല്ലാം ആക്കി തുറന്ന് എല്ലാം ഓരോരോ വീട്ടിൽ 3-4 പാക്കറ്റ് പാല് വേണം. എല്ലാം ഓരോരുത്തർ സ്പീഡിൽ കൊടുത്ത് തീർത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യുക, അമ്പലത്തിൽ എവിടെയാ പരിദേവത ഉള്ളത് നോക്കിയിട്ട് അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിന് വേഗം ഓരോ വീടുകളിലും കൊടുത്ത് ഇങ്ങനെ വരുന്ന ഒരു വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ അപ്പുറത്തേക്കും വേറൊരു വീടുണ്ടാവും. അങ്ങനെ ഞാനിതാ പരിദേവതൻ്റെ അടുക്ക് എത്തി. പരിദേവതക്ക് വള നേർച്ച കൊടുത്ത് എന്തെല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഇനി അടുത്ത കൊല്ലാവണം പരിദേവത കാണണമെങ്കിൽ ഭയങ്കര ഒരു സങ്കടമല്ല. അങ്ങനെ നമ്മളിതാ കക്കട്ടിലേക്ക് എത്തി. കക്കട്ടിൽ നിന്ന് എനിക്ക് എന്തോ ക്ഷീണമായിട്ട് ഒരു മൊസമ്പി ജ്യൂസ് കുടിച്ച് അങ്ങനെ നെസ്റ്റോയിൽ പോയി. നെസ്റ്റോൾ കേമാളിൽ വടക്കം വീരഗാഥ സിനിമ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഒരു മൊസമ്പി ജ്യൂസ് കുടിച്ച്, ബാവേട്ടനും മോനും ലൈമും കുടിച്ച്. ഞാനൊരു കേക്ക് വാങ്ങിയേ. കുറേ ആയി കേക്കിന് ഇങ്ങനെ തിന്നണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നെസ്റ്റോലെല്ലാം പോയി കുറേ ആടുന്ന ടോപ്പും കാര്യങ്ങളെല്ലാം നോക്കി, ഒന്നും എടുത്തിട്ടൊന്നുമില്ല. വെറുതെ ചുമ്മാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് പിന്നെ ആ കേക്ക് തീർത്ത് ഞാൻ തന്നെ തിന്നേണ്ടി വന്നു, വേറെ ആർക്കും വേണ്ട. അങ്ങനെ ഒരു വടക്കം വീരഗാഥ കണ്ട് അടിപൊളി സിനിമ. എനിക്ക് 10 വയസ്സുള്ള